ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത്ര ദിവസത്തെ കഥകളൊക്കെ എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും എല്ലാവരും കഥകൾ കേൾക്കണം. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഭീഷ്മരുടെ അന്ത്യവും ശ്രീകൃഷ്ണൻ്റെ ദ്വാരകയാത്രയും. ആദ്യത്തെ സ്കന്ധത്തിലെ 7ാമത്തെ കഥയാണ് പറയാൻ പോകുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് അസ്വസ്ഥനാണ്. എന്തു വേണം, എങ്ങനെ മുന്നോട്ട് പോകണം, ഒരു തീരുമാനവും എടുക്കാൻ ശക്തിയില്ല. കുറ്റബോധം മനസ്സിനെ വേട്ടയാടുന്നു. താൻ എത്ര ആചാര്യന്മാരെയും ബന്ധുക്കളെയും കൊന്നൊടുക്കി, എത്ര പേരെ ദ്രോഹിച്ചു, ഒന്നിനും കൈയും കണക്കുമില്ല. യുദ്ധഭൂമിയിൽ പോയി പിതാമഹനെ കാണണം. യഥാർത്ഥ ധർമ്മത്തെ തിരിച്ചറിയണം. ധർമാനുഷ്ഠാനം കൊണ്ടുണ്ടാകുന്ന ജീവിത വിജയമാണ് സുഖകരം. അധർമ്മം ദുഃഖകാരണമാകുന്നു. അതുകൊണ്ട് ധർമ്മരഹസ്യം കൃത്യമായിട്ടറിയണം. ഭീഷ്മ പിതാമഹനു മാത്രമേ അതിനു കഴിയൂ. അദ്ദേഹം ശരശയ്യയിൽ ഉത്തരായണകാലം കാത്തുകിടക്കുകയാണ്. ധർമ്മപുത്രർ പിതാമഹന്റെ ഉപദേശം നേടാൻ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് ശ്രീകൃഷ്ണനോടൊപ്പം പുറപ്പെട്ടു. സഹോദരന്മാർ 4 പേരും തേരിലേറി ജ്യേഷ്ഠനെ അനുഗമിച്ചു. വ്യാസൻ, ധൗമ്യൻ തുടങ്ങിയ മഹർഷിമാരും ഒപ്പം ചേർന്നു. യുദ്ധക്കളത്തിൻ്റെ ഭീകരത വിട്ടുമാറിയിട്ടില്ല. എല്ലാവരും കുരുക്ഷേത്ര ഭൂമിയിലെത്തി. ബ്രഹ്മർഷിമാരും ദേവർഷിമാരും രാജർഷിമാരും എല്ലാം അവിടെ ഒത്തുകൂടി. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹന്റെ അടുത്തു ചെന്ന് ശ്രീകൃഷ്ണനും പാണ്ഡവരും സാഷ്ടാംഗം നമസ്കരിച്ചു. ശ്രീകൃഷ്ണൻ അപേക്ഷിച്ച പ്രകാരം ക്ഷീണിതനാണെങ്കിലും ഭീഷ്മർ ധർമ്മപുത്രന് വേണ്ടതുപോലെ ഉപദേശങ്ങൾ നൽകി. ദുഃഖത്തിൽ നിന്നും രാജാവിനെ വിമുക്തനാക്കി. ധർമ്മപുത്രരുടെ സംശയങ്ങൾക്കെല്ലാം പിതാമഹൻ വ്യക്തമായ മറുപടി കൊടുത്തു. ഒരു ഭരണകർത്താവ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചു. ധർമ്മപുത്ര, ഭഗവാന്റെ പാദകമലങ്ങളെയും വിപ്രധർമ്മങ്ങളെയും ആശ്രയിച്ചു ജീവിക്കുന്ന നിങ്ങൾക്ക് ക്ലേശവും വ്യാകുലതയും വന്നുചേരാൻ പാടില്ലാത്തതാണ്. പാണ്ഡു മഹാരാജാവ് മരിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാൻ നിങ്ങളുടെ മാതാവ് കുന്തിദേവി വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു. ധർമ്മപുത്രനായ രാജാവും ശക്തനായ ഭീമസേനനും ധനുർധരനായ അർജുനനും സുഹൃത്തായ മാധവനും ഉള്ളപ്പോൾ ഒരിക്കലും ആപത്തുകൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്നിട്ടും സംഭവിക്കരുതാത്തത് സംഭവിച്ചു. പിതാമഹൻ തുടർന്നു. ഈശ്വരനിശ്ചയം ആർക്കും കാലെക്കൂട്ടി അറിയാൻ കഴിയില്ല. എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. അത് നടക്കും. പ്രജകളെ പാലിക്കുക. സർവേശ്വരനായ ഭഗവാൻ യോഗമായയാൽ നിഗൂഢമായി അമ്മാവന്റെ പുത്രനും സുഹൃത്തും മന്ത്രിയുമൊക്കെയായി നിങ്ങളുടെ കൂടെ തന്നെ ഇല്ലേ? അദ്ദേഹം നിരഹങ്കാരനാണ്. അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഉത്കൃഷ്ടമെന്നോ നികൃഷ്ടമെന്നോ ഭേദബുദ്ധിയില്ല. അതുകൊണ്ട് ഉണ്ണി, ഭക്തന്മാരിൽ ഭഗവാന്റെ കാരുണ്യാതിശയം ദർശിക്കുക. പ്രാണൻ ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്ന എനിക്ക് മടികൂടാതെ ഭഗവാൻ ദർശനം തന്നില്ലേ? പിതാമഹൻ ഉദാഹരണസഹിതം യുധിഷ്ഠിരന് ധർമ്മരഹസ്യങ്ങൾ ബോധ്യപ്പെടുത്തി. ധർമ്മതത്വങ്ങൾ എല്ലാം അറിയുന്നവനാണ് ഭീഷ്മർ. അദ്ദേഹം വർണ്ണാശ്രമങ്ങളെപ്പറ്റിയും സാമാന്യധർമ്മങ്ങളെയും വിസ്തരിച്ചു പറഞ്ഞുകൊടുത്തു. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിവയാണ് ആശ്രമങ്ങൾ. കർമാടിസ്ഥാനത്തിൽ രൂപപ്പെട്ട് ഉണ്ടായവരാണ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർ. വർണ്ണാശ്രമ വ്യവസ്ഥകളിലൂടെ ലൗകിക ജീവിതം നയിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. വൈരാഗ്യരാഗങ്ങൾ അനുസരിച്ച് ധർമ്മങ്ങളെ പലതായി തരംതിരിക്കാം. അവ നിവൃത്തിധർമ്മം, പ്രവൃത്തിധർമ്മം, ദാനധർമ്മം, രാജധർമ്മം, മോക്ഷധർമ്മം, സ്ത്രീധർമ്മം, ഭഗവത് ധർമ്മം എന്നിവയാകുന്നു. ധർമ്മത്തെപ്പറ്റി ഇതിഹാസങ്ങൾ ഉദ്ധരിച്ച് വർണ്ണിച്ചപ്പോൾ യുധിഷ്ഠിരൻ്റെ മനസ്സിൽ കൂടുതൽ ജ്ഞാനം തെളിഞ്ഞു. ഉത്തരായണ പുണ്യകാലം വന്നു ചേർന്നപ്പോൾ പിതാമഹൻ ഉപദേശവാക്കുകൾ ഉപസംഹരിച്ചു. മനസ്സും വാക്കും ദൃഷ്ടിയും ചേർത്ത് ഭഗവാനിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിച്ചു. ശയ്യയിൽ കിടക്കുന്ന പിതാമഹന് അന്ത്യനിമിഷത്തിൽ ശ്രീകൃഷ്ണൻ തൻ്റെ പൂർണ്ണ രൂപ ദർശനം നൽകിയപ്പോൾ ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. കൂടി നിന്നവർ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. ദേവകൾ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ വിധി പോലെ സംസ്കാരാദി കർമ്മങ്ങൾ നിർവഹിച്ചു. ഭീഷ്മർ പരബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ പാണ്ഡവരോടൊപ്പം ഹസ്തിനപുരത്തേക്ക് പോയി.
ധൃതരാഷ്ട്രരെയും അമ്മാവന്മാരെയും മറ്റും സമാശ്വസിപ്പിച്ചു. ശാസ്ത്രവിധി പ്രകാരം മാധവൻ യുധിഷ്ഠിരനെ മഹാരാജാവായി അഭിഷേകം ചെയ്തു. വാദ്യഘോഷങ്ങൾ മുഴങ്ങി. കൃപനെ രാജഗുരുവായി വാഴിച്ചു. ശംഖധ്വനി വീര്യം പകർന്നു. പിതാമഹന്റെ ഓരോ വാക്കും ഭഗവാന്റെ ഉപദേശങ്ങളും യുധിഷ്ഠിരന്റെ മനസ്സിന് ബലം നൽകി. ആത്മവിശ്വാസം വളർന്നു. രാജഭരണം മുന്നോട്ടു നയിക്കാനുള്ള ധർമ്മബോധം തെളിഞ്ഞു. അഹങ്കാരമില്ലാത്ത ഒരു നല്ല മനസ്സിന്റെ ഉടമയായി മഹാരാജാവ് വിളങ്ങി. ഭീമസേനനെ യുവരാജാവായി വാഴിച്ചു. അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിവർ ജ്യേഷ്ഠനെ സഹായിച്ചുകൊണ്ട് രാജ്യം പരിപാലിച്ചു. ഋതുക്കളെ താലോലിച്ചുകൊണ്ട് പ്രകൃതി രാജ്യത്ത് ഐശ്വര്യം വിളയിച്ചു. സർവത്ര സന്തോഷം പൂത്തുലഞ്ഞു. കാർമേഘങ്ങൾ യഥേഷ്ടം മഴ ചൊരിഞ്ഞു. നദികൾ മന്ദം മന്ദം പരന്നൊഴുകി. മന്ദാനിലൻ കുളിർമയേകി. പശുക്കൾ ധാരാളം പാലു നൽകി നാടിനെ സമൃദ്ധിയിലേക്ക് നയിച്ചു. പ്രജകളുടെ സർവ്വ ആഗ്രഹങ്ങളെയും നിറവേറ്റാൻ ഭൂമിദേവി സഹകരിച്ചു. ആദിയും വ്യാധിയുമില്ലാത്ത സുഖജീവിതം നയിക്കുവാൻ ജനങ്ങൾക്ക് സാധിച്ചു. സുഹൃത്തുക്കളെ ആനന്ദിപ്പിക്കുവാനും ബന്ധുക്കളുടെ ഹിതം ചെയ്യാനുമായി കുറച്ചു ദിവസങ്ങൾ കൂടി ശ്രീകൃഷ്ണൻ ഹസ്തിനപുരത്ത് താമസിച്ചു. ഭഗവാന്റെ സാമീപ്യം യുദ്ധം കൊണ്ടുണ്ടായ ദുഃഖം മറക്കാനും ആശ്വാസമുണ്ടാകാനും എല്ലാവരെയും സഹായിച്ചു. ഒരു ദിവസം ധർമ്മപുത്രരോട് യാത്ര പറഞ്ഞ് ഭഗവാൻ രഥത്തിലേറി ദ്വാരകയിലേക്ക് പുറപ്പെടാനൊരുങ്ങി. മംഗളവാദ്യങ്ങൾ മുഴങ്ങി. കൗരവ സ്ത്രീകൾ കൊട്ടാരങ്ങളുടെ മുകളിൽ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്ത് മാധവനെ ആശീർവദിച്ചു. അർജുനൻ വെൺകൊറ്റക്കുട പിടിച്ചു. ഉദ്ധവനും സാത്വികിയും ചാമരങ്ങൾ വീശി. ബ്രാഹ്മണരുടെ ആശീർവാദ വചനങ്ങൾ മുഴങ്ങി കേട്ടു. പാണ്ഡവർ കൃഷ്ണനോടൊപ്പം പുറപ്പെട്ടു. കുറേ ദൂരം ചെന്നപ്പോൾ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരെ മടക്കിയയച്ചു. അനുയാത്ര ചെയ്ത് സൽക്കാരം നൽകിയ പ്രജകളെ സന്തോഷത്തോടെ ഭഗവാൻ അനുഗ്രഹിച്ചു. സമയം സന്ധ്യയോടടുത്തു. മാധവൻ ദ്വാരകയിലെത്തി. രഥത്തിൽ നിന്നിറങ്ങി കൊട്ടാരത്തിലേക്ക് നടന്നു. തൻ്റെ വിയോഗത്തിലുണ്ടായ ദുഃഖമകറ്റാൻ ഭഗവാൻ പാഞ്ചജന്യം മുഴക്കി. ദ്വാരക നിവാസികൾ ഓടിയെത്തി. സ്വാമിയെ കണ്ടു അത്യാനന്ദത്തോടെ എതിരേറ്റു. വാർത്ത പരന്നു. വസുദേവനും ബലരാമനും അക്രൂരനും പ്രദ്യുപ്നനും സാമ്പനുമെല്ലാം ആദരവോടെ ആനയെ മുമ്പേ നടത്തി വാദ്യഘോഷത്തോടെ ഭഗവാനെ സ്വീകരിച്ചു. നമസ്കാരം, അഭിവാദ്യം, ആലിംഗനം, ഹസ്തദാനം, മന്ദഹാസം, കടാക്ഷം എന്നിവ കൊണ്ട് ഭഗവാൻ യഥായോഗ്യം ഏവരെയും ആശ്വസിപ്പിച്ചു. കൊട്ടാരത്തിലെ കുലസ്ത്രീകൾ സ്തുതികൾ പാടിയും നൃത്തം ചെയ്തും ഭഗവാനെ സ്വീകരിച്ചു. ചിലർ മാളിക മുകളിലേറി പുഷ്പമാരി ചൊരിഞ്ഞു. അമ്മമാർ പുത്രനെ ഗാഢമായി ആലിംഗനം ചെയ്ത് നെറുകയിൽ വാത്സല്യപൂർവ്വം മുത്തം നൽകി ഓമനിച്ചു. ശ്രീകൃഷ്ണൻ അമ്മമാരെ സാഷ്ടാംഗം പ്രണമിച്ചു വന്ദിച്ചു. ഒരേ സമയം എല്ലാ ഭാര്യമാരെയും തൃപ്തിപ്പെടുത്തി. ഭഗവാന്റെ പ്രഭാവതിശയത്തെ അറിയാത്ത പത്നിമാർ അറിവില്ലായ്മ കൊണ്ട് ഭഗവാൻ തങ്ങളെ അനുസരിക്കുന്നവനാണെന്ന് വിശ്വസിച്ചു. മറ്റു ചിലർ കാമുകനാണെന്ന് കരുതി. രണ്ടും ഭഗവാന്റെ ലീലകൾ തന്നെയാണെന്ന് അവർ അറിഞ്ഞില്ല. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു കഥയുമായിട്ട് നമുക്ക് നാളെ കാണാം. ഹരേ കൃഷ്ണ.